മിസ്റ്റർ ഫോക്സ് ചാനലിൻ്റെ GST ഫയലിംഗ് കോഴ്സായ GST ഫയലിംഗ് സിംപ്ലിഫൈഡ് ബേസിക്സ് ടു റിട്ടേൺസ് എന്ന കോഴ്സ് ആക്റ്റീവായിരിക്കുകയാണ്. ബേസിക്സ് മുതൽ GST പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കോഴ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പ്രധാനമായും 2 പാർട്ടുകളായിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. സോ ഈച്ച് ആൻഡ് എവറി സെക്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് സെക്ഷൻ വരുന്നത് GST ലോ ബേസിക്സ് തന്നെയാണ്. GST ആദ്യമായി പഠിക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന സിംപ്ലിഫൈഡ് മെത്തേഡിലാണ് GST ലോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സാധാരണയായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ടും വരാറുള്ളൊരു ഡൗട്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ യൂട്ടിലൈസേഷൻ. ഇത് GST ലോയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടുണ്ടാവുന്ന ഡൗട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് GST ബേസിക്സിൻ്റെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ GST ലോ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസിലേക്കാണ് വരുന്നത്. ഈ പ്രാക്ടിക്കൽ സെഷനിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST പോർട്ടലിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ആണ്. GST പോർട്ടലിലെ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറിലധികം വരുന്ന ഒരു ഡെഡിക്കേറ്റഡ് സെഷൻ തന്നെ ഇതിനു വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സെഷൻ GSTR 1 ആണ്. നമുക്കറിയാം ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR 1. ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്. അഡ്വാൻസസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, മുൻപത്തെ മാസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്സ് എങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇതിനെല്ലാം തന്നെ സൊല്യൂഷൻ കിട്ടുന്ന രീതിയിലാണ് GSTR 1ൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവറി ടേബിൾസ് ആൻഡ് ഫീൽഡ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. GSTR 1ന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റീകൺസിലിയേഷൻ എന്ന സെഷനിലേക്കാണ്. നമുക്കറിയാം GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ITC റീകൺസിലിയേഷൻ ചെയ്തിരിക്കണം. ഇത് എക്സലിലെ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ള ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ മാസവും ITC റീകൺസിലിയേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എക്സൽ ഫോമാറ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് ലിങ്ക് അയച്ചു തരുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി മെറ്റീരിയലിനൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു തരുന്നതാണ്. ITC റീകൺസിലിയേഷന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് GSTR 3B ഫയലിങ്ങിലായിരിക്കും. GSTR 1ൻ്റെ പോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ടേബിൾസും ഫീൽഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. GSTR 1 ക്ലാസ്സിലും GSTR 3B ക്ലാസ്സിലും 2-ലധികം റിട്ടേണുകൾ ലൈവായിട്ട് ഫയൽ ചെയ്ത് തന്നെ കാണിക്കുന്നതായിരിക്കും. ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ GSTR 1ൽ QRMP സ്കീമാർ പേടിക്കേണ്ട, QRMP സ്കീമിൻ്റെ ഡീറ്റെയിൽസ് കൂടി GSTR 1ലും 3Bയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ GSTR 3Bക്ക് ശേഷം കോമ്പോസിഷൻ സ്കീം എടുത്തവർക്ക് വേണ്ടിയുള്ള ക്വാർട്ടർലി റിട്ടേൺ ആയിട്ടുള്ള CMP 08ഉം ആനുവൽ റിട്ടേൺ ആയിട്ടുള്ള GSTR 4ൻ്റെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ടോപ്പിക് വൈസ് പറഞ്ഞാൽ 5 ടോപ്പിക്സ് ഉള്ളതായിട്ട് പറയാം. ഫസ്റ്റ് വൺ GST ലോ ബേസിക്സ് ആണ്. സെക്കൻഡ് വൺ GSTR 1 ആണ്. ദെൻ ITC റീകൺസിലിയേഷൻ, GSTR 3B, CMP 08 ആൻഡ് GSTR 4. ഇതെല്ലാം തന്നെ ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടോട്ടൽ കോഴ്സായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതൊരു റെക്കോർഡഡ് വീഡിയോ കോഴ്സാണ്. സാധാരണയായിട്ട് വീഡിയോ കോഴ്സുകളിൽ ലഭിക്കാറുള്ള സൂം റെക്കോർഡിംഗ് പോലെയുള്ള ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു കോഴ്സല്ല. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹൈ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് കോഴ്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ കോഴ്സ് നിങ്ങൾക്ക് യൂട്യൂബ് പ്രൈവറ്റ് പ്ലാറ്റ്ഫോം വഴിയായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ കോഴ്സ് കാണാവുന്നതാണ്. നെക്സ്റ്റ്, പല സബ്സ്ക്രൈബേഴ്സും കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിനെ പറ്റി ചോദിച്ചിരുന്നു. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഫീ ആപ്ലിക്കബിൾ ആണോ, എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് തരിക എന്നൊക്കെ പല ഡൗട്ടുകളായിട്ട് ചോദിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീയും കളക്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ തന്നെയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിലോ അല്ലെങ്കിൽ മെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. നെക്സ്റ്റ്, കോഴ്സ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. GST കോഴ്സ് എന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതായിരിക്കും. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. പേയ്മെൻറ്റ് ലിങ്കും നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൽ IDയിലേക്ക് കോഴ്സിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കൂടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും എക്സൽ ഫോമാറ്റുകളും അയച്ചു തരുന്നതായിരിക്കും. മിസ്റ്റർ ഫോക്സ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിന്
മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് യാതൊരു വക അഫിലിയേഷൻസും ഇല്ല. ഈ കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി മാത്രമേ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് കോഴ്സിൻ്റെ ലിങ്ക് വരുന്നത്, അതുപയോഗിച്ച് എങ്ങനെയാണ് കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കോഴ്സ് ലിങ്ക് സെൻഡ് ചെയ്തു എന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൺഫർമേഷൻ വന്നാൽ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക. ഈ മെയിൽ നിങ്ങൾക്ക് വരുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയായിരിക്കും. ഇവിടെ കാണാം, യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. എ പ്രൈവറ്റ് വീഡിയോ വാസ് ഷെയർഡ് വിത്ത് യു. ഇവിടെ മിസ്റ്റർ ഫോക്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ മെയിലുകൾ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്നുകിൽ ഈ മെയിൽ സ്റ്റാർ ചെയ്ത് സൂക്ഷിക്കുക. ഇവിടെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സ്റ്റാർഡിൽ വന്നിട്ട് ഈ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങളൊരു പുതിയ ലേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റേണ്ടതാണ്. ഇവിടെ നമുക്കൊരു ലേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ന്യൂ ലേബിൾ കൊടുത്താൽ ഇവിടെ GST കോഴ്സ് എന്ന പേരിൽ ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ ലേബിൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഈ മെയിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ലേബിളിലേക്ക് മാറ്റാവുന്നതാണ്. ദെൻ ആ ലേബിൾ ഓപ്പൺ ചെയ്താൽ എപ്പോഴും ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിൽ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ 2 പാർട്ടുകളായിട്ടാണ് ഫുൾ കോഴ്സ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 ബേസിക്സ് ആണ്. സെക്കൻഡ് 1 പ്രാക്ടിക്കൽ ഫയലിംഗ് ആണ്. ദെൻ നമുക്ക് ആദ്യത്തെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ലിങ്ക്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതേ മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള യൂട്യൂബ് അക്കൗണ്ട് തന്നെയാണോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിൽ ഐക്കൺ കാണുന്നതാണ്. ഇത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി തന്നെയാണ് യൂട്യൂബ് അക്കൗണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തണം. വേറെ ഏതെങ്കിലും യൂട്യൂബ് അക്കൗണ്ടാണ് ആക്റ്റീവായി നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഓപ്പൺ ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ അതേ മെയിൽ ഐ ഡിയിൽ നിന്ന് മാത്രമാണ് ഈ കോഴ്സ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ചാപ്റ്റേഴ്സ് പ്രൊവൈഡഡ് ആണ്. താഴെ ഷോ മോർ കൊടുത്താൽ GST ബേസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടൈം സ്റ്റാമ്പുകൾ പ്രൊവൈഡഡ് ആണ്. താഴെ നിന്നും നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. വ്യൂ ഓൾ കൊടുത്താൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്വാളിറ്റി 4K തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് പാർട്ടായിരുന്നു, അത് ബേസിക്സിൻ്റെ ചാപ്റ്ററാണ്. സെക്കൻഡ് പാർട്ട് ഫയലിങ്ങിൻ്റെയാണ്. അതും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെയാണ്. ഓപ്പൺ ചെയ്യുക. ഇവിടെയും ടൈം സ്റ്റാമ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. GSTR1, റീകൺസിലിയേഷൻ, 3B, CMP08 ആൻഡ് GSTR4. കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ക്ലിയറായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനും കോഴ്സ് പർച്ചേസ് ചെയ്യാനും ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.